കർത്താവിൽ പ്രിയരെ, കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള സാക്ഷ്യം വിശുദ്ധ ഗ്രന്ഥ വായനയിൽ എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും എന്നാൽ അതിലേറെ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സുവിശേഷ ഭാഗമാണ്. ഓരോ പ്രാവശ്യം അത് വായിക്കുമ്പോഴും പലപ്പോഴും തോന്നാറുണ്ട്, എനിക്ക് പരിചിതമായ വളരെ സാധുക്കളായ ചില സ്ത്രീകൾ അവരുടെ കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബത്തിൻ്റെ വേദനകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അധികാരികളുടെയൊക്കെ മുമ്പിൽ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങളെയൊക്കെ മനസ്സിൽ ഈ സ്ത്രീയുടെ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് നിറയാറുണ്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നത്. നിസ്സഹായയായിപ്പോയ ഒരു സ്ത്രീയുടെ മണ്ടയ്ക്ക് നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കുതിര കയറുന്ന ഒരാൾ ഇവിടെ കർത്താവാണ്. എന്തായാലും അങ്ങനെ തോന്നിക്കാവുന്ന ചില സങ്കല്പങ്ങളും കാമനകളും ഒക്കെയുള്ള ഒരു സുവിശേഷ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും എന്നെ ഏറെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ ഈ സുവിശേഷ ഭാഗത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കമൻട്രിയിൽ അദ്ദേഹം പറയുന്ന എന്താണ്, ഈശോ ഈ സ്ത്രീയുടെ യഥാർത്ഥമായ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ സുവിശേഷ ഭാഗം. ഇത് പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നിയാലും കൂടുതൽ ദൈവകൃപ ഒഴുക്കുന്നതിന് വേണ്ടി അവിടുന്ന് സജ്ജീകരിച്ച വഴിയായിരുന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ എഴുതിയത് കമൻട്രിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. സത്യത്തിൽ അത് തന്നെയാണ് എന്നറിയുമ്പോഴും ആ പ്രോസസ്സിൽ ആ സ്ത്രീ കടന്നുപോയ വിഹുലമായ അനുഭവങ്ങൾ എത്ര തീവ്രവും ആഴത്തിലുള്ളതും പ്രോത്സാഹനജനകമല്ലാത്തതുമായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ സുവിശേഷ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്നത് സാധാരണ ഒരു പരമ്പരാഗതമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്താണ്. ഇറ്റ് ഹാപ്പൻസ് ബിയോണ്ട് ദ ട്രഡീഷണൽ ബൗണ്ടറീസ്. അത് അങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്, അവൻ വിജാതീയരുടെ പട്ടണത്തിലേക്ക് കടന്നുകൊണ്ടാണ്, വിജാതീയരുടെ പ്രദേശത്തിലേക്ക് കടന്നുകൊണ്ടാണ് ഈ സംഭവം നടന്നു പോയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അത് വലിയ ഒരു സാക്ഷ്യം നമുക്ക് നൽകുന്ന എന്താണെന്ന് തോന്നി കഴിഞ്ഞാൽ, ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറികളെല്ലാം മാറ്റിയിട്ടാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. അത് ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സാർവത്രികത വിളിച്ചോതുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ സമാപനത്തിലേക്ക്, ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ക്രിസ്തുവിൻ്റെ രക്ഷ അത് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും ചിലർക്ക് മാത്രമാണ് എന്ന് കരുതി അതിൻ്റെ സന്തോഷത്തിലും അതിൻ്റെ ധാർഷ്ട്യത്തിലും മറ്റുള്ളവരെ സ്വീകരിക്കാതെയും തള്ളിക്കളയാതെയും സ്വയം മേന്മ നടിച്ച് വീമ്പ് കാണിച്ച് ജീവിച്ച മനുഷ്യരുടെ നെറുകയിൽ നിന്നുകൊണ്ടാണ് അവരുടെ ഗ്രാമങ്ങൾക്കും അവർ വരച്ച അതിർത്തികൾക്കും അപ്പുറത്ത് വിജാതീയരെന്ന് മുദ്ര കുത്തപ്പെട്ട ആളുകളുടെ ഇടയിലും അവരുടെ നാട്ടിലും അവരുടെ അതിരുകളിലും ചെന്ന് ക്രിസ്തു തൻ്റെ രക്ഷയുടെ സന്ദേശം പ്രകീർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ കനാനായക്കാരി സ്ത്രീയെ കുറിച്ച് പറയുന്നത് എന്താണ്, അവരെ ഇസ്രായേൽക്കാരുമായിട്ട് വലിയ ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു. അവർക്ക് ഇവരെ ഉടമ്പടിയുടെ പുറത്തുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഇവർക്ക് രക്ഷയില്ല, ഇവരെ ഒരു തരത്തിലും ഗുണം പിടിക്കാത്തവരാണ് എന്ന് കരുതിയിരുന്ന ഒരു ആൾക്കാരായിരുന്നു യഹൂദരെ. അപ്പം അവർക്ക് ഒരിക്കലും ഈശോയുടെ രക്ഷ അവർക്ക് ലഭിക്കുകയില്ല, മെസ്സിയാനിക്കായിട്ടുള്ള ഒരു കാര്യവും അവർക്ക് ലഭിക്കുകയില്ല. അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ മാറ്റി നിർത്തേണ്ടപ്പെട്ടവരാണ് എന്നൊരു പശ്ചാത്തലത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയും. അപ്പം ആദ്യം തന്നെ ഇവിടെ കാണുന്ന എന്താണ്, വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം നമ്മൾ കാണുന്നത് അവിടെ എനിക്ക് തോന്നുന്നത് അത് ഈ സ്ത്രീയുടെ ഹ്യൂമിലിറ്റിയിലാണ്, അവരുടെ വിനയത്തിലാണ്. യാതൊരു സംശയവുമില്ല. അതിനകത്ത് വേറെ ഒരു കുഴപ്പമില്ല. അവളെ തന്നെ അറിയുകയാണ്. അവർ പറയുന്നത് എന്താണ്, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്നാണ്. എൻ്റെ ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്നല്ല പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ സാധാരണ പറയുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ അപ്പനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കും. ഇപ്പം എൻ്റെ അപ്പൻ്റെ പേര് ജോസ് എന്നാണ്, ഞാൻ പോയിട്ട് എൻ്റെ അപ്പച്ചൻ്റെ പേര് തോമസ് എന്നാണ്, തോമസിൻ്റെ പുത്രനായ ജോസെ എന്നോട് കരുണ കാണിക്കണമെന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ഈ സ്ത്രീ പറയുന്നത് ദാവീദിൻ്റെ പുത്ര എന്നോട് കരുണ ചെയ്യണമെന്നാണ്.
അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കാര്യത്തിന് വേണ്ടി പറയുമ്പോൾ. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആരാണെന്നതിനെ കുറിച്ച് അവൾക്ക് അത് ഏറ്റു പറയാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ ഈ വരച്ചിട്ടുള്ള അതിർവരമ്പുകൾക്ക് അപ്പുറത്തുള്ള ആളാണ്, നിന്നെ സൺ ഓഫ് ഡേവിഡ് എന്ന് വിളിക്കാൻ പോലും അനുവാദമില്ലാത്ത ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ കൂടുതൽ ചേർന്ന് നിന്ന് എൻ്റെ ഒരു സാംസ്കാരികമായ അനുരൂപണം, എൻ്റെ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ഈസ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് ഐ അക്സെപ്റ്റ് ദാറ്റ്. അതിന് ഞാൻ ഈ കൾച്ചറലായിട്ടുള്ള വ്യത്യാസങ്ങളെ അതിൻ്റെ അടിസ്ഥാനപരമായ രീതിയിലുള്ള, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ പറയുന്നു ഞാൻ വ്യത്യസ്തമാണ്, ഓക്കെ, ഞാൻ വ്യത്യസ്തമുള്ള ആൾ തന്നെയാണ്, പക്ഷേ എനിക്ക് ഈ വിശ്വാസത്തിലേക്ക് ഞാൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ എൻ്റെ കാര്യത്തിൽ ഇടപെടാനും അത് നേടിത്തരാനും സാധിക്കും എന്ന് പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സാധു സ്ത്രീയാണ് നമ്മളിവിടെ കാണുക. അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്? ആദ്യം തന്നെ കാണുന്നത് എന്താ? ഈശോയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ സൈലൻസ് ആണ്. ഈ സ്ത്രീ ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ സങ്കടം ചെന്ന് പറയുമ്പോൾ അയാൾ അത് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല എങ്കിൽ, ചെയ്തു തരാൻ സാധിച്ചില്ലെങ്കിലും ശ്രദ്ധയോടെ അത് കേട്ടിരുന്നാൽ നമുക്ക് എന്ത് ആശ്വാസമാണ്. പക്ഷേ ഇവിടെ കർത്താവ് അത് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. അതാണ് അപ്പോഴും ഈ സ്ത്രീ ഈശോയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് കർത്താവ് ആ ഒരു കാര്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല, ഇതായിരുന്നു ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഈ സ്ത്രീ വിടാതെ ക്രിസ്തുവിനെ പിന്തുടരുകയാണ്. അപ്പം എന്നിട്ട് നിരന്തരമായി ഈ ഈശോയുടെ ഈ അഭ്യർത്ഥന വീണ്ടും നടത്തുകയാണ്, പിന്നാലെ നടന്ന് പറയുക. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാനൊരിക്കലെ ഒരു സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു പയ്യൻ ഭയങ്കര കുരുത്തക്കിടക്ക് കാണിച്ചു. അത് കഴിഞ്ഞ് അവിടേക്ക് പോയി. അപ്പോൾ അവൻ നോക്കി, അവന് സ്കൂളിൽ ഫീസ് അടച്ചിട്ടില്ല, പഠിക്കുന്നില്ല, വീട്ടിൽ ചെന്നപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം. അപ്പോൾ അവൻ്റെ വല്യമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് സ്ഥിരമായിട്ട്, ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം അമ്മച്ചി പറഞ്ഞു, അമ്മച്ചി എന്തിനാ ഇങ്ങനെ എത്ര കഷ്ടപ്പെടുന്നത്? അവൻ്റെ അപ്പനോട് അമ്മോടും വരാൻ പറ. അമ്മച്ചിയുടെ മോനെ, അവൻ്റെ അപ്പനാണ് അമ്മച്ചിയുടെ മോൻ. ഞാൻ പറഞ്ഞു, ഇവൻ്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത സങ്കടം എന്തിനാ അമ്മച്ചിക്ക്? അപ്പോഴാണ് ഈ അമ്മച്ചി എന്നോട് പറയുന്നത്, അവൻ്റെ അപ്പൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്നു, അമ്മയും വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കുന്നു. ഇവനൊരു ഡിപ്രൈവ്ഡ് ആയിട്ടുള്ളൊരു പയ്യനാണ്, ഇവനെ വളർത്തുന്നത് ഞാനാണ്, ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ കൊച്ചിനെ കൈവിടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെ നിരന്തരം എല്ലാ ദിവസവും ഞാനിവിടെ വരും, ഞാൻ മരിക്കുന്നവരെ അച്ഛനൂടെ ഉള്ളപ്പോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞ് എന്നോട് എനിക്ക് അത് കേട്ടപ്പോൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് ചിരിയും സന്തോഷവുമാണ് വന്നത്. കാരണം ഒന്നുമില്ലെങ്കിൽ ഈ അമ്മ ഇത്രയും കാര്യമായിട്ട് ഈ കൊച്ചിന് വേണ്ടി വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, എന്തൊരു സ്നേഹമാണ്. അമ്മ പറഞ്ഞ വാക്ക് എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ സ്കൂളിൽ നിന്നൊക്കെ വന്ന് എത്രയോ വർഷങ്ങളായി, എങ്കിലും എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആ കൊച്ചിനോട് സ്നേഹമാണ്, എൻ്റെ കൊച്ചുമോനാണ്. അച്ഛന് വേണമെങ്കിൽ തള്ളിക്കളയാം, എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും വന്ന് അച്ഛനെ ശല്യപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഒരാളെ കുറിച്ചുള്ള പരിഗണനയ്ക്ക് ഇടം കൂടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ഈ ക്രിസ്തുവിനെ തൻ്റെ പ്രിയപ്പെട്ടവനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും സമർപ്പണവും ഉണ്ടായിരിക്കുകയും ചെയ്തതുകൊണ്ട് ഈ സ്ത്രീ ഈശോയുടെ അടുക്കൽ വന്ന് എല്ലാ നിശബ്ദതയ്ക്കും അപ്പുറത്ത് അവിടേക്ക് വന്നു. ഇനി നിശബ്ദയുടെ അപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് എന്താ? അവിടെ ഈശോ പറയുന്നുണ്ട്, ആരും മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിയാറില്ല. ചില വിശുദ്ധ ഗ്രന്ഥത്തിലെ പണ്ഡിതന്മാരെ, എക്സസൈസുകൾ ഒക്കെ നടത്തുന്നവരെ പറയുന്ന ഒരു കാര്യം, അവർ പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡോഗ് എന്നത് നെറിയോൻ എന്ന പദം പെറ്റ് ഡോഗ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അത് വീട്ടിൽ വളർത്തുന്ന, ഓമനിച്ച് വളർത്തുന്ന നായ്ക്കളെ കുറിച്ചാണ് ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ സ്കാവഞ്ചർ ഡോഗിനെ കുറിച്ചോ സ്ട്രേ ഡോഗിനെ കുറിച്ചുള്ള പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമനത്വത്തോടു കൂടി തന്നെയാണ് ഈ പദം ക്രിസ്തു ഉപയോഗിച്ചത്. അതെന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തിനുണ്ടാകുന്ന ഈ പ്രതിബന്ധത്തെ വിശ്വാസത്തിൽ വളരാനുള്ള അവസരമായിട്ട് ഈ അമ്മ എടുക്കുകയാണ്. നമ്മുടെ കഴിവുകൾ എന്നാലോചിച്ച് നോക്കി, ഇതിനകത്ത് ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ട്. നിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു, നിന്നെ വെളിപ്പെടുത്തുന്നത് നീ ഈ കൂട്ടത്തിൽ പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് ഈ വിശ്വാസം യഥാർത്ഥത്തിൽ വളരുന്നത്.
വളരെ ശ്രേഷ്ഠമായ രീതിയിൽ വളരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ സിറോഫെനീഷ്യൻ സ്ത്രീ, ജ്ഞാനായക്കാരിയായ സ്ത്രീ, അവളുടെ ഈ എല്ലാ കുറവുകളെ കുറിച്ച് പറയുമ്പോഴും അതൊരു അൺവോർത്തിനെസ് ആയിട്ട് കാണുകയല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ കൃപയിൽ വളരാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവളുടെ വിനയം അവളെ തകർക്കുകയല്ല, മറിച്ച് കൃപയിൽ വളരാൻ സഹായിക്കുകയാണ്. അവളെ തന്നെ ഞാനൊരു അൺവോർത്തി അല്ലെങ്കിൽ ലോലി ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അങ്ങ് ഓടിപ്പോവുകയല്ല, മറിച്ച് എൻ്റെ കുറവുകളും എൻ്റെ പരിമിതികളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ എനിക്ക് വേണ്ടത് നിൻ്റെ കൃപയാണ്. ഈ അംഗീകാരം, നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള അംഗീകാരം വിശ്വാസത്തിൽ വളരാൻ നമ്മളെ സഹായിക്കും. ഇപ്പം നമുക്കെല്ലാം വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ളവരാണ്. നമ്മുടെ കഴിവുകേടിനെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ തകർക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന ഘടകമാണ്. നമ്മുടെ സ്നേഹം മുറിയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ശത്രുത നമ്മളിൽ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ സമീപനങ്ങളിലൊക്കെ എങ്ങനെയാണ് ഈ വിശ്വാസം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക എന്ന് ഓർത്താൽ മാത്രം മതി. അപ്പോൾ ഈ ജ്ഞാനായക്കാരിയായ സ്ത്രീ എന്താണ് കാണിക്കുന്നത്? നമ്മൾ ഇപ്പോൾ അതൊക്കെ മാറി, എന്നാലും കുറച്ചുകൂടെയൊക്കെ മുമ്പൊക്കെ MBA ഒക്കെ പഠിക്കുമ്പോൾ, ബിസിനസ് മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഈ SWOT അനാലിസിസിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പിന്നെ അത് പറയുന്നത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ത്രെട്ടിനെ ഓപ്പർച്യൂണിറ്റിയായി മാറ്റുകയാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യമായിട്ട് ഇത് ചെയ്തത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ സ്ത്രീയാണെന്ന് തോന്നുന്നു. കാരണം ഇവർക്കുണ്ടായ എല്ലാ ഭീഷണികളെയും, എല്ലാ ത്രെഡ്സിനെയും വിശ്വാസത്തിലേക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. നമ്മുടെ വിശ്വാസത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ വിശ്വാസത്തിൽ വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയായി, അവസരമായി നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുവാൻ ഈ അമ്മയുടെ സാക്ഷ്യം നമ്മെ ബലപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, വിനയം നമ്മെ തകർക്കുകയില്ല, മറിച്ച് കൃപയിൽ നങ്കൂരമിടാൻ സഹായിക്കുകയേ ഉള്ളൂ എന്ന പാഠം ഈ അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും രണ്ടാമതായിട്ട് വിനയം കഴിഞ്ഞാൽ പെർസിവിയറൻസ് ആണ്, സ്ഥിരോത്സാഹം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിശ്വാസം ഈ നിശബ്ദതയെ ഭേദിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിശബ്ദതയ്ക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന വിശ്വാസം. അവിടെ എന്തോരം സൈലൻസാണ് കാണുന്നത്. ഒന്ന്, ഈശോയുടെ നിശബ്ദത നമ്മളവിടെ കാണുന്നുണ്ട്. രണ്ടാമത്, ശിഷ്യന്മാരുടെ നിരാസം കാണുന്നുണ്ട്. ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവേ ഇവളെ പറഞ്ഞു വിടും, എന്തിനാ ഈ വഹിയാവേലി എന്നൊക്കെ നമ്മൾ ചോദിക്കുകയില്ല, അതുപോലെ എവിടെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടേക്ക് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനി അത് കേട്ടിട്ടുള്ള ഈശോയുടെ മറുപടി എന്താ? വളരെ പ്രത്യക്ഷത്തിൽ ഉള്ള ഒരു തള്ളിപ്പറച്ചിലാണ്, ഒരു പാരന്റ് എക്സ്ക്ലൂഷൻ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഈശോ അവിടെ ചെയ്യുന്ന വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അവളെ അങ്ങ് പറഞ്ഞ് വിട് എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ അനുഭവത്തിലെ അമ്മച്ചിയെ പോലെ ഈ അമ്മയും തൻ്റെ കുഞ്ഞിന് വേണ്ടി, കാരണം എന്താ, ആ സ്ഥിരോത്സാഹത്തിനെ, ആ അമ്മയെ അടിസ്ഥാനമായി പ്രചോദിപ്പിക്കുന്ന സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇറങ്ങിത്തിരിക്കുന്ന ആളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ആ നന്മയിൽ വളരാനുള്ള ആ വലിയ പ്രതിജ്ഞാബദ്ധതയും യഥാർത്ഥമായ വിശ്വാസവുമാണ്. കാരണം എന്താ, ഈ ആൾക്ക് അത് നടത്തിത്തരാൻ സാധിക്കുമെന്ന് യഥാർത്ഥമായി വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയിലുള്ള സ്ഥിരോത്സാഹം അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെയായി പോകുമ്പോൾ അവിടെ സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുക എന്നുള്ളത്, അതിന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തോടുള്ള നമ്മുടെ സ്നേഹം. രണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഇത് നടത്തിത്തരാൻ സാധിക്കുമെന്ന നമ്മുടെ വലിയ ബോധ്യം. ഇത് രണ്ടും നമുക്കുണ്ടാകണം എന്ന് ഈശോയുടെ ഈ ഉപമയിലെ അല്ലെങ്കിൽ ഈ സംഭവത്തിലെ നമ്മൾ കാണുന്നുണ്ട്. ഇത് പഴയ നിയമത്തിൽ ഒന്ന് നോക്കിയേ, ഈ ബോധ്യമുണ്ടായപ്പോൾ, ഈ സ്നേഹമുണ്ടായപ്പോൾ പ്രതിബന്ധങ്ങളെയൊക്കെ മറക്കുന്ന യാക്കോബിനെ നമുക്ക് പെനുവേലിൽ വെച്ച് കാണാനായിട്ട് സാധിക്കും. പെനുവേൽ അനുഭവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അവിടെ യാക്കോബ് എന്താ ചെയ്യുന്നത്? യാക്കോബ് ഒന്നും ചെയ്യുന്നില്ല. അത് യാക്കോബ് പറഞ്ഞു, എല്ലാം കഴിഞ്ഞ് മൽപ്പിടുത്തം എല്ലാം കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല. ഇതിൻ്റെ മറ്റൊരു സാക്ഷ്യമാണത്. കാരണം അത് വലിയ ബോധ്യമാണ്. എന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് ഇവൻ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും മറ്റെല്ലാവരും അറിയണം, അവരെക്കുറിച്ചൊക്കെയുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ അനുഗ്രഹം ഞാൻ അവർക്ക് വേണ്ടി കൂടി വാങ്ങിക്കണമെന്ന് യാക്കോബ് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് വലിയൊരു പ്രധാനമാണ്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പ്രകാരമാണ്. ജോബിൻ്റെ പുസ്തകത്തിലെ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൽ ഈ സഹനത്തിൻ്റെ ഉള്ളിലൊക്കെ വലിയ സൈലൻസാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോൾ, എല്ലാ രോഗങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ ഈശോ നിശബ്ദമായി എന്ന് നമുക്ക് തോന്നുന്ന അവസരങ്ങളിൽ ഈശോ എന്നെ രക്ഷിക്കുന്ന,
ഈശോ എനിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് നമ്മളോട് പറയുന്ന ഒരു സത്യം. അതുകൊണ്ടാണ് സഭയുടെ സത്യവേദ പുസ്തകം കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: when we feel our prayer is barren or useless, this is precisely when we are sharing in the agony of Jesus in Gethsemane. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്ന അവസരങ്ങളിൽ ഗെത്സമേനിയിൽ രക്തം വിയർത്ത് ഉത്തരം കിട്ടാതെ പ്രാർത്ഥിച്ച ക്രിസ്തുവിൻ്റെ പിതാവിനോടുള്ള സ്നേഹത്തിലും പിതാവിനോടുള്ള ആശ്രയത്തിലും പിതാവിനോടുള്ള വിശ്വാസത്തിലും ഞാനും എൻ്റെ പ്രാർത്ഥനാ ജീവിതവും പങ്കുചേരുന്നുവെന്ന് ഈ തിരുസഭയുടെ പദബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സിറോഫിനീഷ്യൻ ജ്ഞാനായകാരിയുടെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ കാറ്റഗിസമൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പേ ഈ അമ്മ ഈ പാഠം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പകർന്ന് നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു പെർസിവിയറൻസിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഇനി മൂന്നാമതായിട്ട് ഈ എല്ലാ ബൗണ്ടറികളെയും ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു വലിയ വിശ്വാസത്തിൻ്റെ വഴി. അപ്പം ഈ കർത്താവ് പറയുന്നുണ്ട്, ഈ സ്ത്രീക്ക് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പുണ്ട് ക്രിസ്തുവിനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന്. പക്ഷേ ഇത് ദൈവശാസ്ത്രപരമായ പാണ്ഡിത്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സഭയുടെ മതബോധന ഗ്രന്ഥമൊക്കെ വായിച്ച് പഠിച്ച് ഇതെല്ലാം മനസ്സിലാക്കി വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് അതിനെ കൊഹിയർ ചെയ്തിട്ടൊന്നുമല്ല. പക്ഷെ എന്താണ്, അവൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ കണ്ടു, ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ അനുഭവിച്ചു. ശിഷ്യന് കാണാത്ത ചില പ്രതലങ്ങളൊക്കെ അവൾക്ക് കാണാനായിട്ട് സാധിച്ചു. ശിഷ്യർ പോലും വിചാരിച്ചു ഈശോ മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാ ഇവിടെ ചോദിക്കുന്നത്. അവർ സിമ്പിൾ കാൽക്കുലേഷൻ ആയിരുന്നു. പക്ഷേ അവർ പോലും കാണാത്ത ആ നിശബ്ദതയുടെ അർത്ഥം കാണാൻ ഈ സ്ത്രീക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവളെ അതിരുകളില്ലാത്ത വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സ്വീകാര്യതയുടെ അനുഭവത്തിലേക്ക്, സ്വർഗീയ കരങ്ങളിലേക്ക് ചേർത്ത് നിർത്താൻ ഇടയായത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചർച്ച് ഫാദേഴ്സൊക്കെ, സഭാപിതാക്കന്മാരൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇത് എന്താ കാണിക്കുന്നത്, ഈ ഈശോയിലൂടെ അനാവൃതമാകുന്ന വിജാതീയരുടെ രക്ഷയെക്കുറിച്ച് കൂടിയുള്ള ഒരു പാഠമാണ്, ഒരു ജെന്റൈൽ ചർച്ചിനെ കുറിച്ചുള്ള പാഠമാണ്. അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് യഹൂദ സംസ്കാരത്തിൽ പിറന്നവർക്ക് മാത്രം അനുഭവവേദ്യമാകാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ രക്ഷ എന്ന് കരുതിയിരുന്ന ഒരിടത്ത് ഈ സ്ത്രീയുടെ ജീവിത പാഠം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സാർവത്രികമായിട്ടുള്ളതാണ് എന്ന് നമ്മളോട് പറയുകയാണ്. അപ്പം വിശുദ്ധ ജെറോം അതുകൊണ്ടാണ് പറയുന്നത്, ഇൻ ദ വുമൺ ഓഫ് കാനാൻ we see the church gathered from the Gentiles who were once dogs but now eat the bread of the children. ഒരിക്കൽ നായ്ക്കളായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്ന ആളുകൾ അവരുടെ ഭക്ഷണത്തിന് മാത്രം അർഹതയുണ്ട് എന്ന് രക്ഷിക്കപ്പെട്ടവരെന്ന് സ്വയമേവ കരുതിയിരുന്ന സമൂഹം മുദ്രയിട്ട് ചാർത്തി വിശ്വസിച്ച് ഏറ്റുപറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പം നോക്കുക, അവർ നായ്ക്കളുടെ ഭക്ഷണമല്ല, മറിച്ച് മക്കളുടെ ഭക്ഷണമാണ് ഭക്ഷിക്കുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിലുള്ള വിശ്വാസം അവരെ യോഗ്യരാക്കുന്നത് ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ഒരുമിച്ച് ഒരേ ശരീരത്തിൽ നിന്ന് ഭക്ഷിക്കുവാനും ഒരേ രക്തത്തിൽ നിന്ന് പാനം ചെയ്യുവാനുമുള്ള അനുവാദമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വളരെ കാതോലികമായ, സാർവത്രികമായ രക്ഷയുടെ പാഠമാണ് ഈ അമ്മ നമ്മുടെ മുമ്പിൽ കാണിച്ചു നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു ഒരു തർക്കത്തിനും ഇടയാകില്ല. ഇതിനെ വളരെ ആത്മീയമായും മനഃശാസ്ത്രപരമായും ഇതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു യഥാർത്ഥമായ, ഒരു ഒതൻറ്റിക് ഫെയ്ത്ത് എന്ന് പറയുന്നത്, യഥാർത്ഥമായ വിശ്വാസം, അത് നമ്മളെ ഇറ്റ്സ് ആൻ ഇൻറ്റഗ്രേഷൻ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് സെൽഫ് വർത്ത്. നമ്മൾക്ക് നമ്മളെക്കുറിച്ച് ഉള്ള നമ്മളുടെ വിനയവും നമ്മൾ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള, നമ്മളുടെ മൂല്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അറിവും തമ്മിലുള്ള സമഗ്രതയാണ് യഥാർത്ഥമായ വിശ്വാസം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ഈ സ്ത്രീ ഒരു സെൽഫ് ഡിപ്രീസിയേഷൻ നടത്തുന്നതായിട്ടല്ല, മറിച്ച് എന്താണ്, ഒരു സെൽഫ് അവയർനെസ് ആണ്. എനിക്ക് മൂല്യമില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്ന് അറിയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വിലയില്ലാത്തവനാണെന്നല്ല ഞാൻ കരുതേണ്ടത്. എനിക്ക് ഇത്രയേ പഠിക്കുന്ന കാര്യത്തിൽ ദൈവം എൻ്റെ സിദ്ധി തന്ന, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ്, അക്കാഡമിക്കായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ലെവലിലേ തന്നിട്ടുള്ളൂ. അതിനെ ഞാൻ അംഗീകരിക്കുന്നതും
അതിനെ അംഗീകരിക്കാതെ അതിനെക്കുറിച്ച് വിലപിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ സ്ത്രീ കാണിക്കുന്ന എന്താണ്? അവൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുന്നു. അതൊരു അൺവർത്തിനെസ് ആയിട്ടല്ല കാണുന്നത്, മറിച്ച് കൂടുതൽ വളർച്ചയിലേക്ക് ഉള്ള ഒരു പ്രതലമായി, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയതായിട്ട് എനിക്കിതിന് അർഹതയില്ല, അവൾക്കതുകൊണ്ട് അത് ഈസിയായിട്ട് പറയാൻ സാധിക്കും. ഐ മെ നോട്ട് ഡിസേർവ് ദിസ്. ഞാൻ ഈ രക്ഷയ്ക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഈ രക്ഷയുടെ പരിസരങ്ങളിലേക്ക് നടന്നു വരാൻ യോഗ്യതയുള്ളവളാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഐ ബിലോങ് ടു യുവർ മേഴ്സി. എനിക്ക് കണക്ക് പറഞ്ഞ് നിന്നിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷെ നിന്റെ ദയയിൽ നിന്ന് ഞാൻ പുറത്തല്ല എന്നെനിക്കറിയാം. പ്രിയമുള്ളവരെ, ഇതല്ലേ യഥാർത്ഥമായ വിശ്വാസം. നമ്മുടെ കുറവുകളൊക്കെ ഉള്ളപ്പോഴും നമ്മൾക്ക് മാറ്റാൻ കഴിവില്ല എന്ന് നമ്മൾ തോന്നുന്ന സമയത്തൊക്കെ ക്രിസ്തു നമ്മളോട് പറയുന്നത് എന്താണ്? ആരും ക്രിസ്തുവിൻ്റെ ദയയുടെ പുറത്തല്ല, ഒരു മനുഷ്യനുമല്ല. അപ്പം നമ്മൾ ആരെങ്കിലും വിചാരിക്കും, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായ ഒരു പാപം പോലെ നമ്മളോട് പറയുക ഒരിക്കലും രക്ഷ കിട്ടുകയില്ല എന്നുള്ള ചിന്ത. പക്ഷെ ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ വിശ്വാസം. അതുകൊണ്ടാണ് പറയുന്നത്, സ്ത്രീയെ അവസാനം അവിടുന്ന് പറയുന്നുണ്ട്, സ്ത്രീയെ നിന്റെ വിശ്വാസം എത്രയോ വലുതാണ്. സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചു കളഞ്ഞിട്ടുള്ള 2 ഇൻസ്റ്റൻസാണ്. 2 പേരോടാണ് ക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇതുപോലുള്ള വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. സ്ത്രീയെ നിന്റെ വിശ്വാസം വളരെ വലുതാണ്, നിന്നെ രക്ഷിക്കുക. 2 സന്ദർഭങ്ങൾ. ഒന്ന്, ശതാധിപൻ അവൻ്റെ വൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, യാചിക്കുന്ന സമയത്ത്. സെഞ്ചൂറിയനാണ്, അവനും ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലുള്ളവനല്ല, വിജാതീയനായിരുന്നു. രണ്ടാമത് കാണുന്നത് ഈ ജ്ഞാനായക്കാരിയും വിജാതീയായിരുന്നു. ഈ 2 പേരുടെ അവരോടുള്ള ഉത്തരത്തിലാണ് വിശ്വാസത്തിൻ്റെ വലിയ മഹത്വത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നത്. ഇത് സുന്ദരമാണെന്ന് നോക്കിക്കേ. മറ്റാരോടും പറയുന്നില്ല. മുഴുവൻ സമയം പ്രാർത്ഥിച്ചവരും വലിയ മേലം കീട്ടുകൊണ്ട് പ്രാർത്ഥിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റ മനുഷ്യൻ്റെ അടുത്തും പറയുന്നില്ല. ദശാംശം കൊടുക്കുന്നവരുണ്ടായിരുന്നു, ആഴ്ചയിൽ ഉപവസിക്കുന്നവരുണ്ടായിരുന്നു. അവരോടൊന്നും ക്രിസ്തു പറഞ്ഞില്ല. പറഞ്ഞത് ഈ 2 മനുഷ്യരോടാണ്, 2 വിജാതീയരോട്. അപ്പം അതുകൊണ്ട് വിജാതീയരാരും രക്ഷയ്ക്ക് പുറത്തല്ല. നമ്മൾ പാപികളെന്ന് കരുതുന്നവരായിരിക്കും സ്വർഗസിംഹാസനത്തിൻ്റെ പടവുകളിൽ ആദ്യം നടന്നു കയറുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയും ദയയും അവിടുത്തെ അന്വേഷിക്കുന്ന ഏവർക്കും ലഭ്യമാണ് എന്ന വലിയ പാഠം അവിടുന്ന് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചുരുക്കി പറഞ്ഞാൽ ദൈവം നിശബ്ദമായിരിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് നിൽക്കുക. കാരണം ആ വിശ്വാസം നമ്മെ കൂടുതൽ തെളിച്ചമുള്ളവരാക്കും, പ്യൂരിഫൈഡ് ആക്കിയിട്ട് തീർക്കും എന്ന് ഉറപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ വളരെ അൺവർത്തിയാണെന്ന് തോന്നിക്കുമ്പോൾ നമ്മളുടെ വിനയം നമ്മളെ സ്വർഗത്തിലേക്ക് പിടിച്ചുയർത്തും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാകുമ്പോൾ സ്നേഹം പ്രാർത്ഥന ഇടതടവില്ലാത്തതാക്കുകയും വിശ്വാസത്തിലൂടെ രക്ഷ ലഭ്യമാകുന്ന അനുഭവത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തൊക്കെ ബാരിയേഴ്സ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വഴിയിലുണ്ടായാലും നമ്മളെ തന്നെ വിനയപ്പെടുത്താനും പ്രാർത്ഥനയിൽ സ്ഥിരോത്സാഹത്തോടെ നിന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ മൂല്യത്തെ മനസ്സിലാക്കി വിശ്വാസത്തിലൂടെ കരഗതമാകുന്ന സാർവത്രികമായ രക്ഷയിലേക്ക് നടന്നെടുക്കുവാനും നമുക്ക് കഴിയട്ടെ. ദൈവം മുഖം മറയ്ക്കുമ്പോൾ നമ്മളെ തള്ളിക്കളയുകയല്ല അവിടുന്ന് ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ സ്നേഹത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ നമ്മെ അവിടുന്ന് വെല്ലുവിളിക്കുകയാണ് എന്നത് നമുക്ക് മറക്കാതിരിക്കാം. രക്ഷ നമ്മെ പുൽക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.